കാലത്ത് 63 സീറ്റാണ്. ആ 63ലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസ് UDF-നാണെങ്കിൽ 102 ചരിത്ര വിജയമാണ്. ഇതിൽ അഭിമാനിക്കുന്നു, ആഹ്ലാദിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിൽ ഞാനിനി അവ കുത്തിപ്പരിക്ക് ആഗ്രഹിക്കുന്ന. കാരണം ഞാൻ ഒരിക്കലും ഇടതുപക്ഷം തെറ്റായ നടപടികൾ തിരുത്തുന്നതല്ലാതെ തുടർഭരണത്തിന് ശേഷമുണ്ടായ അഹങ്കാരത്തിൻ്റെ അഹന്തയുടെയും എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല എന്നുള്ള ഒരു തോന്നലും അതാണ് അവരുടെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. പല കാരണങ്ങളും ഏറ്റവും വലിയ. അതുകൊണ്ട് അവർക്ക് ഇത്തവണ കനത്ത പരാജയമുണ്ടെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇനി അവരെ കുറ്റപ്പെടുത്തി അവരെ പരിക്കേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇടതുപക്ഷം കേരളത്തിൽ തകർന്നടിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷം തകർന്നടിഞ്ഞാൽ അത് UDF-നും നല്ലതല്ല, കോൺഗ്രസിനും നല്ലതല്ല, മതേതര കേരളത്തിനും നല്ലതല്ല. അതുകൊണ്ട് അവർ പരിശോധിക്കുക, എന്തു പറ്റി ഇങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവി അവർക്കുണ്ടായി എന്ന് ആലോചിച്ച് തെറ്റ് തിരുത്തി മര്യാദക്കാരായി ജനങ്ങളാണ് യജമാനന്മാർ എന്നുള്ള ബോധ്യത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. UDF-ന് ഭരണം വരുന്നു. 10 വർഷം ഭരണമില്ലായിരുന്നു, 10 വർഷം പ്രതിപക്ഷത്തായിരുന്നു. പക്ഷെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഭരണത്തിലേക്ക് UDF-നെ ഇതുപോലെ വിജയത്തോട് ഏൽപ്പിച്ച ജനവികാരം മനസ്സിലാക്കണം. ജനങ്ങളെ മറന്ന് പ്രവർത്തിക്കരുത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്ന് UDF-കാരും കോൺഗ്രസ്സുകാരും കൂടി പാഠം പഠിക്കണം. അതുകൊണ്ട് യജമാനന്മാർ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് കൂടുതൽ ഇന്നത്തേക്കാൾ ഒരുപാട് ദുരിതങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് യുദ്ധം മൂലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന കേരളത്തിലാണ്.